ഹായ് മക്കളെ, എല്ലാവർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. പരീക്ഷയിൽ സ്ഥിരമായി ചോദിക്കുന്ന 4 മാർക്കിന് ഉറപ്പായും ചോദിക്കുന്ന ചോദ്യമാണ് ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടാണ് ഫ്രേസൽ വെർബ് വരിക. ബ്രാക്കറ്റിൽ ഫ്രേസൽ വെർബ്സ് തന്നിട്ട് വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാനാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറ്. അപ്പൊ 8-9 ക്ലാസ്സുകളിൽ ഇംഗ്ലീഷിന് ഷുവറായിട്ടും ചോദിക്കുന്ന, ഇതുവരെ ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് ഫ്രേസൽ വെർബ്, ഒരു 20 ഫ്രേസൽ വെർബ്സ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതിന്ന് 4 എണ്ണം നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിന്റെ അർത്ഥം എന്താണെന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് സുഖമായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. ഓരോ ഫ്രേസൽ വെർബും അതിന്റെ മീനിങ്ങും പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് വൺ, ഒന്നാമത്തത് ബ്രിങ് അപ്പ് എന്നാണ്. ബ്രിങ് അപ്പ് എന്ന് പറഞ്ഞാൽ അർത്ഥം വളർത്തുക എന്നാണ്, അല്ലെങ്കിൽ മെൻഷൻ ചെയ്യുക, പരാമർശിക്കുക എന്നാണ്. ഷീ വാസ് ബ്രോട്ട് അപ്പ് ബൈ ഹർ ഗ്രാൻഡ് പാരന്റ്സ്. അവളുടെ ഗ്രാൻഡ് പാരന്റ്സിലാൽ ബ്രോട്ട് അപ്പ് ചെയ്തു. ബ്രിങ് അപ്പിന്റെ പാസ്റ്റ് ആണ് ബ്രോട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പൊ വളർത്തി എന്നുള്ളതാണ്. അവളെ വളർത്തിയത് അവളുടെ ഗ്രാൻഡ് പാരന്റ്സ് ആണ് എന്നർത്ഥം. രണ്ടാമത്തത് ബ്രേക്ക് ഡൗൺ എന്നാ. ബ്രേക്ക് ഡൗൺ ആവുക എന്ന് പറഞ്ഞാൽ കേടുവരിക അല്ലെങ്കിൽ തകരുക എന്നുള്ളതാണ്. ദ കാർ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ബ്രോക്ക് ഡൗൺ ഓൺ ദ വേ. വഴിയിൽ വെച്ച് കാർ എന്ത് ചെയ്തു? ബ്രേക്ക് ഡൗൺ ആയി, തകർന്നു അല്ലെങ്കിൽ കേട് വന്നു. മൂന്നാമത്തെ ഫ്രേസൽ വെർബ് കാൾ ഓഫ് എന്നാ. കാൾ ഓഫ് എന്ന് പറഞ്ഞാൽ നിർത്തലാക്കുക, സ്റ്റോപ്പ് ചെയ്യാണ്. ദ മാച്ച് വാസ് കാൾ ഓഫ് ഡ്യൂ ടു ദ റെയിൻ. കാൾ ഓഫ് ഡ്യൂ ടു ദ റെയിൻ. മഴ കാരണം മാച്ച് എന്ത് ചെയ്തു? കാൾ ഓഫ് ചെയ്തു, അതായത് നിർത്തലാക്കി, സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളതാണ്. നാലാമത്തെ ഫ്രേസൽ വെർബ് ക്യാരി ഔട്ട് എന്നാണ്. ക്യാരി ഔട്ട് എന്ന് പറഞ്ഞാൽ നിർവഹിക്കുക, നടത്തുക എന്നുള്ളതാണ് അർത്ഥം. ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് ടു ക്യാരി ഔട്ട് ദ എക്സ്പെരിമെന്റ്. ടീച്ചർ സ്റ്റുഡൻസിനോട് എക്സ്പെരിമെന്റ് ക്യാരി ഔട്ട് ചെയ്യാൻ പറഞ്ഞു, അതായത് നിർവഹിക്കാൻ, നടത്താൻ പറഞ്ഞു. അത് ആ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പറഞ്ഞു. ഫിഫ്ത്ത്, കം അക്രോസ് അല്ലെങ്കിൽ കെയിം അക്രോസ്. സ്ഥിരമായി വരുന്ന ഒന്നാണ് കം അക്രോസ് അല്ലെങ്കിൽ കെയിം അക്രോസ്. ഇടയ്ക്ക് കണ്ടെത്തുക അല്ലെങ്കിൽ അവിചാരിതമായി കണ്ടുമുട്ടുക എന്നൊക്കെയാണ് കം അക്രോസ് എന്ന് പറഞ്ഞാൽ. അവിചാരിതമായി, അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുക എന്നുള്ളതാണ്. ഐ കം അക്രോസ് ആൻ ഓൾഡ് ഡയറി ഇൻ ദി അറ്റിക്. അറ്റിക് വെച്ച്, തട്ടുംപുറത്ത് വെച്ച് ഞാൻ എൻ്റെ ഒരു ഓൾഡ് ഡയറി കം അക്രോസ് ചെയ്തു. അവിചാരിതമായി കണ്ടെത്തി. കണ്ടെത്തി എന്ന് പറയുമ്പോൾ കെയിം അക്രോസ് എന്ന് പറയും അല്ലെ. നെക്സ്റ്റ് സിക്സ്ത്, ആറാമത്തത് കട്ട് ഡൗൺ. കട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക എന്നാണ്. വി മസ്റ്റ് കട്ട് ഡൗൺ ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കിന്റെ യൂസേജ്, ഉപയോഗം നമ്മൾ എന്ത് ചെയ്യണം? കട്ട് ഡൗൺ ചെയ്യണം, കുറയ്ക്കണം. ഏഴാമത്തെ ഫ്രേസൽ വെർബ് ഫൈൻഡ് ഔട്ട് എന്ന്. ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക എന്നാണ് അർത്ഥം. ഷീ വാണ്ടഡ് ടു ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത്. അവർക്ക് ട്രൂത്ത്, സത്യം എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം, കണ്ടെത്തണം. എട്ടാമത്തത് ഗിവ് അപ്പ്. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ കീഴടങ്ങുക. ഇതും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഫ്രേസൽ വെർബാണ്, ഗിവ് അപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. ഉപേക്ഷിക്കുക അല്ലെങ്കിൽ കീഴടങ്ങുക. ഒരു എക്സാമ്പിൾ, ഡോണ്ട് ഗിവ് അപ്പ് ദ ഹോപ്പ് എന്ന. ഹോപ്പ്, പ്രതീക്ഷകൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഗിവ് അപ്പ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കരുത്. നയൻത്ത്, ലുക്ക് ആഫ്റ്റർ എന്നാണ്. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ പരിചരിക്കുക എന്നാണ്, കെയർ ചെയ്യുക. ഷീ ലുക്ക് ആഫ്റ്റർ ഹർ യങ്ങർ ബ്രദർ. യങ്ങർ ബ്രദറിനെ എന്ത് ചെയ്തു? അവള് ലുക്ക് ആഫ്റ്റർ ചെയ്തു. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ പരിചരിച്ചു. 10th, ലുക്ക് ഇൻ ടു. ലുക്ക് ഇൻ ടു എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക എന്ന, സെർച്ച് ചെയ്യുക, അന്വേഷിക്കുക എന്ന. ദ പോലീസ് വിൽ ലുക്ക് ഇൻ ടു ദ കേസ്. ആ കേസ് എന്ത് ചെയ്യും? പോലീസ് ലുക്ക് ഇൻ ടു ചെയ്യും എന്ന് പറഞ്ഞാൽ അന്വേഷിക്കും. 11ാമത്തത് ലുക്ക് ഫോർവേഡ് ടു. ലുക്ക് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ആകാംക്ഷയോടെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുക, എക്സ്പെക്ട് ചെയ്യാണ്. ഐ ലുക്ക് ഫോർവേഡ് ടു ദ ഹോളിഡേയ്സ്. അവധി ദിനങ്ങൾ ഞാൻ എന്ത് ചെയ്യും? ലുക്ക് ഫോർവേഡ്, ഞാൻ കാത്തിരിക്കാറുണ്ട്. 12th, പുട്ട് ഓഫ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കുക എന്നാണ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് പോൺ, മാറ്റി വെക്കുക, പോസ്റ്റ് പോൺ. ദ മീറ്റിംഗ് വാസ് പുട്ട് ഓഫ് ടിൽ മൺഡേ. മൺഡേ വരെ മീറ്റിംഗ് എന്ത് ചെയ്തു? പുട്ട് ഓഫ് ചെയ്തു, പോസ്റ്റ് പോൺ ചെയ്തു, മാറ്റി വെച്ചു. 13, പുട്ട് അപ്പ് വിത്ത്. ഇതും പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒന്നാണ്, പുട്ട് അപ്പ് വിത്ത് എന്നുള്ളത്. പുട്ട് അപ്പ് വിത്ത് പറഞ്ഞാൽ സഹിക്കുക എന്നാ. ടോളറേറ്റ് അഥവാ സഹിക്കുക. ഐ കാണ്ട് പുട്ട് അപ്പ് വിത്ത് ദിസ് നോയിസ്. ഈ ഒരു ശബ്ദം എനിക്ക് എന്ത് ചെയ്യാൻ വയ്യ? പുട്ട് അപ്പ് വിത്ത്, അത് സഹിക്കാൻ വയ്യ എന്നാണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുള്ളത്. 14ാമത്തത് സെറ്റ് ഔട്ട്. സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ യാത്ര ആരംഭിക്കുക അല്ലെങ്കിൽ യാത്ര തിരിക്കുക എന്നാണ്. ഇതും നമുക്ക് ചോദിക്കാറുള്ള ഒന്നാണ്. 8ാം ക്ലാസ്സിലൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് സെറ്റ് ഔട്ട്, യാത്ര ആരംഭിക്കുക എന്നുള്ളത്. ദേ സെറ്റ് ഔട്ട് ഏർലി ഇൻ ദ മോർണിംഗ്. അതിരാവിലെ എന്ത് ചെയ്തു? അവര് അതിരാവിലെ അല്ലെങ്കിൽ നേരത്തെ അവർ സെറ്റ് ഔട്ട്, യാത്ര ആരംഭിച്ചു എന്നുള്ള.
15th ടേക്ക് ഓഫ്. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ഡ്രസ് ആണെങ്കിൽ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ അഴിക്കുക എന്നുള്ളതാണ്. വിമാനം ആണെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യുക. വിമാനം പറക്കാൻ തുടങ്ങുന്നതിന് ടേക്ക് ഓഫ് എന്ന് പറയാറുണ്ട്. അപ്പൊ ദ പ്ലെയിൻ ടേക്ക് ഓഫ് 10 AM. അറ്റ് 10 AM വിമാനം 10 മണിക്ക് എന്ത് ചെയ്യും? ടേക്ക് ഓഫ് ചെയ്തു അല്ലെ? അപ്പോ പറക്കാൻ ആരംഭിച്ചു. 16. 16ാമത്തത് ടേൺ ഡൗൺ. ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ റിജക്ട് ചെയ്യുകയാണ്. റിജക്ട് എന്ന് പറഞ്ഞാൽ നിരസിക്കുക എന്നാണ്. ഷീ ടേൺ ഡൗൺ ദ ജോബ് ഓഫർ. അപ്പൊ ആ തൊഴിൽ അവസരം അല്ലെങ്കിൽ ആ ഓഫർ അവൾ എന്ത് ചെയ്തു? ടേൺ ഡൗൺ ചെയ്തു, റിജക്ട് ചെയ്തു. ലാസ്റ്റ് സെഗ്മെന്റ് ആണ് 17ാമത്തെ ഫ്രേസൽ വെർബ് ടേൺ അപ്പ്. ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടുക അല്ലെങ്കിൽ എത്തുക, ഒരു സ്ഥലത്ത് എത്തിച്ചേരുക അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുക എന്നൊക്കെയാണ് ടേൺ അപ്പ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. മെനി സ്റ്റുഡന്റ് ടേൺഡ് അപ്പ് ദി ഫംഗ്ഷൻ. ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്തു? ഫംഗ്ഷന് ടേൺഡ് അപ്പ് ചെയ്തു. ടേൺഡ് അപ്പ് എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു. 18th 18 വർക്ക്ഔട്ട്. വർക്ക്ഔട്ട് ചെയ്യാനുള്ള പരിഹാരം കാണുക അല്ലെങ്കിൽ ഒന്നിന് സൊല്യൂഷൻ കാണുക, ഫൈൻഡ് എ സൊല്യൂഷൻ, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക, വ്യായാമം ചെയ്യുക. വി നീഡ് ടു വർക്ക് ഔട്ട് ദ പ്രോബ്ലം. ഈ പ്രശ്നത്തിന് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. പ്രശ്നത്തിന് വർക്ക്ഔട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്രശ്നത്തിന് പരിഹാരം, സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തണം. 19th 19ാമത്തത് ഗോ ത്രൂ എന്ന, അനുഭവിക്കുക അല്ലെ? നമ്മൾ ഫീൽ ചെയ്യുക എന്നാണ്. അല്ലെങ്കിൽ വിശദമായി പരിശോധിക്കുക. കെയർഫുള്ളി, എക്സാമിൻ കെയർഫുള്ളി. ഹി ഹാഡ് ടു ഗോ ത്രൂ മെനി ഡിഫിക്കൽറ്റി. ഒരുപാട് പ്രയാസങ്ങൾ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഗോ ത്രൂ, അവൻ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവൻ ഫേസ് ചെയ്തിട്ടുണ്ട്, ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫൈനൽ ഏറ്റവും ലാസ്റ്റത്തെ ഫ്രേസൽ വെർബ് 20th ഗെറ്റ് അലോങ് വിത്ത്. ഗെറ്റ് അലോങ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സൗഹൃദത്തോടെ ഇരിക്കുക. ടു മേക്ക് ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം ഉണ്ടാക്കുക എന്നൊക്കെ. ഷീ ഡസ് നോട്ട് ഗെറ്റ് അലോങ് വിത്ത് ഹർ ക്ലാസ്മേറ്റ്. അവള് ക്ലാസ്മേറ്റ് ആയിട്ട് ഗെറ്റ് അലോങ് വിത്ത് എന്ന് പറഞ്ഞാൽ സൗഹൃദത്തിലല്ല. ഷീ ഡസ് നോട്ട് ആണ്. ക്ലാസ്മേറ്റിലാരുമായിട്ട് അവർക്ക് സൗഹൃദം ഇല്ല എന്നാണ്. അപ്പൊ 20 ഫ്രേസൽ വെർബ്സ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ 20 പഠിച്ചു വെക്കാം. 4 ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. അപ്പോൾ വരുന്ന എക്സാമിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രേസൽ വെർബില് 4 മാർക്കും സ്കോർ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോ ലെസണിൽ കാണാം. ഗുഡ് ബൈ.